നമസ്തേ. പാതഞ്ജല യോഗസൂത്രം സമാധിപാദം സൂത്രം 10. അഭാവ പ്രത്യയാലംബന വൃത്തിർ നിദ്ര. നിദ്ര എന്ന വൃത്തിയെ ആണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. അഭാവം ഇല്ലാത്തത്, പ്രത്യയം എന്ന് പറഞ്ഞാൽ അവസ്ഥ, ആലംബനം അതിനെ ആശ്രയിച്ച്. ജാഗ്രത അവസ്ഥയെയും സ്വപ്നാവസ്ഥയെയും ആശ്രയിച്ച്, അതിനെ അപേക്ഷിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയെയാണ് നിദ്ര എന്ന് പറയുക. ജാഗ്രത അവസ്ഥയുമല്ല, സ്വപ്നാവസ്ഥയും അല്ല. എന്നാൽ അതിൻ്റേതായ ചില സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്യും. അതിനെയാണ് നിദ്ര എന്ന് പറയുക. ഇതിനു മുമ്പ് പറഞ്ഞ പ്രമാണം, വിപര്യം, വികല്പം, അതുപോലെ ഇനി പറയാൻ പോകുന്ന സ്മൃതി, ഈ വൃത്തികൾക്കെല്ലാം ഒരു രൂപമോ വാക്കോ ഭാവമോ ഒക്കെ ഉണ്ടാവും. അതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ആ വൃത്തികൾ ഉണ്ടാകുന്നത്. എന്നാൽ നിദ്ര എന്ന വൃത്തിയിൽ ഇങ്ങനെ ഒന്നുമില്ല. അതാണ് അഭാവം ആലംബനം എന്ന് പറയുന്നത്. ഒന്നുമില്ലാത്ത അവസ്ഥയെ അവലംബിച്ചുണ്ടാവുന്ന ഒരു വൃത്തിയാണ് നിദ്ര. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് തന്നെ ഉറങ്ങുന്നു എന്നുള്ള ബോധം ഉണ്ടാവും. സ്വപ്നം കാണുമ്പോൾ സ്വപ്നമാണ് കാണുന്നത് എന്ന ബോധം സ്വപ്നം കഴിഞ്ഞ് ഉണ്ടാവും. അപ്പം അത് ഉറക്കത്തിൽ തന്നെയാണ് അത് സ്വപ്നമാണ് എന്ന് തോന്നുന്നതും വീണ്ടും ഉറങ്ങുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഉറക്കം വിട്ട് ഉണർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ഉറക്കം സ്വാധീനിക്കും. നല്ല സുഖകരമായിട്ടാണ് ഉറങ്ങിയിട്ടുള്ളതെങ്കിൽ ആ പകൽ നല്ലതായിരിക്കും. ഉറക്കത്തിന് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സുഖകരമായ ഉറക്കമല്ലായിരുന്നു എങ്കിൽ ഉണർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിയില്ല എന്നുള്ള ബോധത്തോടു കൂടി ആകെ ഒരു ബുദ്ധിമുട്ട്, ജോലിയൊക്കെ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഉറക്കത്തെ ആശ്രയിച്ച് ജാഗ്രത അവസ്ഥ മാറുന്നത് കൊണ്ടും കൂടിയാണ് ഉറക്കത്തെ വൃത്തിയായിട്ട് കാണുന്നത്. ഉറക്കം എന്ന് പറഞ്ഞാൽ തന്നെ അത് തമോ ഗുണ ആവരണം ഉണ്ടാവുന്നത് കൊണ്ടാണ്. നമ്മളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കെ, വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഒക്കെ ഒരു തമോ ഗുണം നമ്മളെ ആവരണം ചെയ്യുകയും എനർജി ഡൗൺ ആവുകയും ചെയ്യും. ആ സമയത്താണ് നമുക്ക് ക്ഷീണം വരുന്നതും ക്രമേണ ഉറക്കത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. നല്ല ഊർജ്ജസ്വലമായി ജോലി ചെയ്തിട്ടുള്ള ഒരാൾ, സത്വഗുണ സമ്പന്നനായിട്ടുള്ള ഒരാൾ, സത്വഗുണമായ ഒരവസ്ഥയിലുള്ള ആൾ, ഈ തമോ ഗുണാവരണം വരുമ്പോൾ സ്വാഭാവികമായും ഉറക്കത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ സത്വഗുണ സ്വാധീനമുള്ള തമോ ഗുണ ആവരണമുള്ള ഉറക്കമായിട്ട് കണക്കാക്കണം. നല്ല സുഖകരമായ ഉറക്കമാണത്. രണ്ടാമത്തെ ഉറക്കം രജോ ഗുണത്തിന് പ്രാധാന്യമുള്ളതാണ്. ക്ഷീണമൊക്കെ വരുന്നുണ്ട്, ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നുണ്ടാവും, കുറച്ചുറങ്ങും, പക്ഷേ ഉറക്കം പെട്ടെന്ന് അറിയും. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക, പല ചിന്തകൾ വരിക, അത്തരത്തിൽ ഡിസ്റ്റേബ്ഡ് ആയിട്ടുള്ള ഒരു ഉറക്കമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ രജോ ഗുണപ്രധാനമായ ഉറക്കം എന്നാണ് പറയുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രജോ ഗുണപ്രധാനമായ ഉറക്കം കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പകൽ സമയങ്ങളിലും ഉണ്ടാവും. മൂന്നാമത്തെ ഉറക്കം തമോ ഗുണപ്രധാനമായ ഉറക്കമാണ്. ആൾ പൊതുവെ തമോ ഗുണിയാണ്. അങ്ങനെയുള്ളയാൾ ഉറക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം മറന്നുള്ള ഉറക്കമാണ് ഉണ്ടാവുക. ഗാഢമായ ഉറക്കം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, പക്ഷേ ആ ഉറക്കം കൈവിട്ട ഉറക്കമാണ്. കാരണം ഉണർന്ന് എഴുന്നേൽക്കാൻ അയാൾക്ക് തോന്നില്ല. കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി പിന്നെയും കിടക്കണം എന്ന് തോന്നും. ശരീരമൊക്കെ ഒരു വേദനയുള്ളതായിട്ട്, ഭാരമുള്ളതായിട്ട് തോന്നും, മടുപ്പുള്ളതായിട്ട് തോന്നും. പകലും ഉറങ്ങുന്ന സമയത്തും ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പം ഇങ്ങനെ ഗാഢമായ ഉറക്കത്തിലേക്ക് എത്തുന്നതോടൊപ്പം ഉറങ്ങി എഴുന്നേൽക്കാൻ തോന്നാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലാണ് അത് തമോ ഗുണപ്രധാനമായ ഉറക്കമായിട്ട് കാണുന്നത്. ഈ 3 രീതിയിലുള്ള ഉറക്കവും യോഗാഭ്യാസം നിരോധിക്കണം. വൃത്തിയായി വരുന്നത് കൊണ്ട് നിരോധിക്കണം. അപ്പോൾ പിന്നെ ഉറക്കം ആവശ്യമല്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഉറക്കം ആവശ്യമാണ്. യോഗിയെ സംബന്ധിച്ചിടത്തോളം ബോധപൂർവമായ ഉറക്കമാണ് വേണ്ടുന്നത്. ആ ഉറക്കമാണ് സുഷുപ്തി അവസ്ഥയിലേക്ക് നയിക്കുന്നത്. ആ ഉറക്കമാണ്
നാലാമത്തെ ഉറക്കം. മറ്റു മൂന്ന് ഉറക്കത്തെയും കുറിച്ച് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, അമിതമായി ഉറങ്ങുന്ന ഒരാൾ, അമിതമായി ഭക്ഷണം കഴിക്കുന്ന ഒരാളെ പോലെ യോഗ ചെയ്യുന്നത് അത്ര സുഖകരമായ കാര്യമല്ല എന്ന് ഭഗവത്ഗീതയിൽ 6-ാം അധ്യായം 16-ാം ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്. അമിതമായി ഭക്ഷണം കഴിക്കുന്നവൻ, അമിതമായി ഉറങ്ങുന്നവൻ, അവർക്കൊന്നും യോഗാഭ്യാസം ശരിയാവില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെയെല്ലാം ഉറക്കത്തെ നമ്മൾ ഉറക്കം എന്ന് പറയുന്നത് സ്വപ്നാവസ്ഥയിലുള്ള ഉറക്കമായിട്ടാണ് കണക്കാക്കുന്നത്. അത് ഏകദേശം പൂർണ്ണമായും ആഗ്രഹങ്ങളെല്ലാം കെട്ടടങ്ങിയിട്ടുള്ള ഒരു ഉറക്കമല്ല അത്. അത്തരം ഉറക്കങ്ങളാണ് ഇവിടെ വൃത്തിയായിട്ട് കാണുന്നത്. അതല്ലാതെ ഉറക്കമുണ്ട്. യോഗനിദ്ര, ഒരു യോഗിയൊക്കെ ചെയ്യുന്നത് ബോധപൂർവമായ ഉറക്കമാണ്. മനസ്സിനും ശരീരത്തിനും വിശ്രാന്തി ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് യോഗനിദ്ര എന്ന് പറയുന്നത്. യഥാർത്ഥ ഉറക്കം എന്ന് പറയുന്നത് സുഷുപ്തി അവസ്ഥയാണ്. നമ്മൾ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അതിൽ സുഷുപ്തി അവസ്ഥയാണ്. പ്രാജ്ഞൻ എന്ന് പറയുന്ന അവസ്ഥയാണ് ആത്മാവിനുള്ളത്. പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ ഒരു വിസ്ഡം സ്റ്റേജാണ്. ഒരു മോക്ഷാവസ്ഥയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ളൊരവസ്ഥ, അതാണ് സുഷുപ്തി എന്ന് പറയുന്നത്. അവിടെ ആഗ്രഹങ്ങളില്ല, കാമനകളില്ല, അഹങ്കാരമില്ല, ഒന്നുമില്ലാത്ത, അതൊക്കെ സുപ്തമായി കിടക്കുന്ന, അതെല്ലാം അടങ്ങിക്കിടക്കുന്ന തെളിഞ്ഞ ചൈതന്യവത്തായ ആത്മസ്വരൂപത്തോടു കൂടി ഇരിക്കുന്ന ആ അവസ്ഥയെയാണ് സുഷുപ്തി അവസ്ഥ എന്ന് പറയാം. അത് നമ്മുടെ പഞ്ചകോശങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉള്ള ആനന്ദമയ കോശത്തിലാണ് അത് സംഭവിക്കുന്നത്. ഒരു ബ്ലിസ്ഫുൾ സ്റ്റേജാണ്. ഏറ്റവും ആനന്ദം അനുഭവിക്കുന്ന ഒരു സമയമാണ് ഈ സുഷുപ്തി അവസ്ഥ എന്നത്. മാണ്ഡൂക്യോപനിഷത്തിലെ 5-ാമത്തെ മന്ത്രം ഈ അവസ്ഥയെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അത് ഞാൻ വായിക്കാം. യത്ര സുപ്തോ ന കാഞ്ചന കാമം കാമയതേ ന കാഞ്ചന സ്വപ്നം പശ്യതി തത് സുഷുപ്തം. യത്ര സുപ്തോ, എവിടെയാണോ സുപ്തോ, ഉറങ്ങിക്കിടക്കുന്നയാൾക്ക് ന കാഞ്ചന കാമം കാമയതേ, കാമം ഇല്ലാതിരിക്കുന്നത്, സ്വപ്നം പശ്യതി, സ്വപ്നം കാണാതിരിക്കുന്നത്, സ്വപ്നമില്ലാതിരിക്കുന്നത്, അതിനെ സുഷുപ്തം എന്ന് പറയുന്നു. ഈ സുഷുപ്താവസ്ഥയിൽ സുഷുപ്താസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘന ഏവം ആനന്ദമയോ ഹ്യ ആനന്ദഭുക് ചേതോമുഖ പ്രാജ്ഞ തൃതീയ പാദ. ഈ സുപ്താവസ്ഥയിൽ സകലതും ഏകീഭവിച്ചിരിക്കുന്നതും ആനന്ദമയമായിരിക്കുന്നതും ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ചേതസ്സാകുന്ന ചൈതന്യവത്തായ മുഖത്തോടു കൂടിയിരിക്കുന്നതും ആയ പ്രാജ്ഞ ഈ സുഷുപ്താവസ്ഥയിൽ നിൽക്കുന്നു എന്ന് പറയും. അപ്പം അവിടെ കാമനകളില്ല, ചിന്തകളില്ല, അഹങ്കാരം തീരെയില്ലാത്ത ഒരവസ്ഥയിൽ വളരെ ആനന്ദകരമായിട്ട് ഉറങ്ങുന്നു എന്നുള്ള ബോധം പോലും ഇല്ലാതെ ഉറങ്ങുന്ന ഒന്നിനെയാണ് ഇവിടെ സുഷുപ്തി എന്ന് പറയാം. യോഗനിദ്ര എന്ന് പറയുന്നതും അവയർനെസ്സോട് കൂടിയിട്ടുള്ള ഉറക്കം തന്നെയാണ്. അവിടെ ശരിയായ രീതിയിലുള്ള ബുദ്ധിക്കും മനസ്സിനും ശരീരത്തിനുമെല്ലാം പൂർണ്ണമായ വിശ്രമം യോഗനിദ്രയിലൂടെ ലഭിക്കും. മോഡേൺ സൈക്കോളജിയിൽ ഉറക്കത്തിന് ഡീപ്പ് സ്ലീപ്പ്, ഉറക്കം 2 രീതിയിലാണ് പറയുക. 2 സ്റ്റേജസ് ആണ് ഉറക്കത്തിനുള്ളത്. ഒന്ന് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്, REM എന്ന് പറയും, REM, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് നോൺ REM സ്റ്റേജ്, കണ്ണ് അങ്ങനെ ചലിക്കാത്ത അവസ്ഥയിലുള്ള, അതാണ് ഏറ്റവും ഡീപ്പായിട്ടുള്ളത്. ഈ REM സ്റ്റേജിൽ, റാപ്പിഡ് ഐ മൂവ്മെൻറ്റിൽ ചിന്തകളൊക്കെ നടക്കുന്നത്. ചില ആൾക്കാർ ഉറങ്ങിക്കഴിയുമ്പോഴും അയാളുടെ കണ്ണുകളൊക്കെ ചലിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സംഘർഷം ആ സമയത്തും മനസ്സിൽ അറിയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അതും ഇല്ലാതെ വളരെ ശാന്തമായിട്ട് കിടന്നുറങ്ങുന്ന അവസ്ഥയാണ് നോൺ REM സ്റ്റേജ് എന്ന് പറയുന്നത്. ആ നോൺ REM സ്റ്റേജാണ്
ഇവിടെ പറയുന്ന അഭാവ പ്രത്യാലംബനം എന്ന് പറയുന്നത്. നമസ്തേ.